പ്രിയമുള്ളവരെ, നമ്മുടെ നെന്മാറ MLA സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുന്നുണ്ട്. ചിഹ്നം നാളെ കിട്ടും. ടിവിയോ മൊബൈലോ ആയിരിക്കും. 26-ാം തീയതിയാണ് ചിഹ്നം കിട്ടുന്നതാണ് പറഞ്ഞത്. ഇന്ന് കിട്ടുന്ന വിചാരിച്ച് നാളെ കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കാം. നെന്മാറ പഞ്ചായത്തിൽ കഴിഞ്ഞ 25 വർഷമായി 25-30 വർഷമായി നല്ലൊരു സേവനം നടത്തിയ ഒരാളാണ് ശങ്കരനാരായണൻ എന്ന ആൾ. പോത്തുണ്ടി എന്ന സ്ഥലത്ത് CIT ലോഡിംഗ് ആയുള്ള സ്ഥലത്ത് പണിയെടുത്ത് തല്ലുകൊണ്ട് പണിയെടുത്ത് വിളക്കൂരി അടിച്ചിട്ട് എല്ലാ ഇലക്ഷനും എനിക്ക് തല്ലാണ്. CPMൻ്റെ നരനായായിട്ടാണ് എനിക്കുള്ളത്. അത് അനുഭവിച്ച വ്യക്തിയാണ് ഞാൻ. അപ്പോൾ നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അന്ന് ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. ഒരുപാട് ഈ കാര്യങ്ങൾ ആയിട്ട് ഒരു ബന്ധവുമില്ലാത്ത പരിപാടിയാണ് ചെയ്തത്. പല പ്രാവശ്യം ആയിട്ട് ആദ്യം നിന്ന് 70 വോട്ടിന് തോറ്റു. ഗ്രൂപ്പ് കളിച്ച് 70 വോട്ടിന് തോൽപ്പിച്ചു. രണ്ടാമത് കരുണാകരൻ്റെ DICയിൽ നിന്ന് ഏരിയ സെക്രട്ടറി പ്രേമനെ തോൽപ്പിച്ചു. അന്ന് LC സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ ഏരിയ സെക്രട്ടറിയാണ്. ഇപ്പോൾ ഏരിയ സെക്രട്ടറിയെ തോൽപ്പിച്ച വ്യക്തിയും കൂടിയാണ് ശങ്കരനാരായണൻ. ഞാൻ അദ്ദേഹത്തിനോട് തോറ്റിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും പറയുന്നുണ്ട്. പക്ഷേ എന്നാലും അവിടെയൊക്കെ എപ്പോഴും കള്ളോട്ട് ഓപ്പൺ വോട്ടൊക്കെ ചെയ്തിട്ടാണ് ജയിക്കുന്നത്. കണ്ണ് കാണില്ല പറഞ്ഞ് പിടിച്ചിട്ട് വരും, എന്നിട്ട് ഓപ്പൺ വോട്ട് ചെയ്യിപ്പിക്കും. ഇത് ഇപ്രാവശ്യം അത് നടക്കും. അപ്പോൾ അത് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കുകയാണെങ്കിൽ അത് എടുക്കണം എന്നാണ് പറയുന്നത്. പോത്തുണ്ടി മേഖല ഈ നിയമമണ്ഡലത്തിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ ഓപ്പൺ വോട്ട് നടക്കുന്നുണ്ട്. ഓപ്പൺ വോട്ടൊക്കെ പിടിച്ച് CCTV ക്യാമറ വഴി ഉദ്യോഗസ്ഥന്മാർക്ക് അവർക്ക് ഒത്താശ ചെയ്ത് കൊടുക്കുകയാണ്. അവിടെ വരുന്ന ഉദ്യോഗസ്ഥന്മാർ CPMന് ഒത്താശ ചെയ്ത് കൊടുക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. അത് അവസാനിപ്പിക്കണം. മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്ത് അവർക്കെതിരെ സസ്പെൻഷൻ നടത്തണമെന്നാണ് പറയാനുള്ളത്. ഇത് കുറേ കാലമായി അനുഭവിക്കുന്നു ഈ ദുരിതം. അത് മാത്രമല്ല, ഈ പഞ്ചായത്തിൽ നിന്നും 15 പ്രാവശ്യം മെമ്പറായി 15 വർഷം ഭാര്യയും ഞാനും മെമ്പറായി 15 വർഷം തോൽക്കുകയും ചെയ്തിട്ടേ ഇവിടെ ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റി പോലും തരാത്ത പാർട്ടിയാണ് നമ്മുടെ പാർട്ടിക്കാർ. അപ്പോൾ 14 പേര് ജയിച്ച് 14-ൽ 4 പേര് പോത്തുണ്ടി, ചാത്തമംഗലം എന്നീ പ്രദേശങ്ങളിൽ നിന്നാണ് ജയിച്ചു വന്നത്. അപ്പോഴൊന്നും ഒരു പരിഗണന കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ 25 വർഷം ഇവിടെ 25-30 വർഷം വല്ലങ്ങി നെന്മാറ പരിപാടികളും സമ്മേളനങ്ങളെല്ലാം ബസ്സുകളെല്ലാം ആളെ കൊണ്ടുവന്ന് കുത്തി നിറച്ച് പരിപാടിയെ വിജയിപ്പിക്കുന്ന ഒരു പ്രവണതയുണ്ടായി. ഇപ്പോൾ കോടികളുണ്ടാക്കിയ ആളുകൾക്കാണ് അന്ന് വിജയരാഘവട്ടൻ പറഞ്ഞു, ഇദ്ദേഹത്തിന് അതിനാണ് കൊള്ളമൊന്നും പഞ്ചായത്തും പോയി ആ വാർഡും പോയി, അയാൾക്ക് എന്തിനാണ് സീറ്റ് കൊടുക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ പാലക്കാട്ടിൽ അത് ചോദിച്ചു കഴിഞ്ഞിട്ട് പാലക്കാട്ടിൽ യൂത്ത് കോൺഗ്രസും KSU കുട്ടികളെല്ലാം കൂടി അവർ പോസ്റ്റ് ഓട്ടി. ആ പോസ്റ്റ് ഓട്ടിയതിന് എതിരെ അറസ്റ്റ് ചെയ്ത വ്യക്തിയാണ്, ആ കുട്ടികളെ അറസ്റ്റ് ചെയ്ത വ്യക്തിയാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി. ഇതെന്തൊരു വിരോധാഭാസമാണ്, ഇതെന്ത് ഒരു കളിയാണ്. അപ്പോൾ ഈ സ്ഥാനം ഉള്ളവർ വീണ്ടും സ്ഥാനത്ത് വരിക. കാശുള്ളവൻ മാത്രം ഇവിടെ ജീവിച്ചാൽ മതിയോ? കാശില്ലാത്തവർക്ക് ജീവിക്കണ്ടേ? കോടിക്കണക്കിന് ഉറുപ്പിക ചെലവ് ചെയ്ത് കടകളുടെ മുന്നിലും കടയടച്ചും കടയ്ക്ക് മുന്നിലും പല സ്ഥലത്തും ബോർഡും മറ്റുള്ള ഇതെല്ലാം കൂടി വെച്ച് പരിസര മലിനീകരണം ചെയ്യുന്നത്. നടുറോട്ടിൽ കൊണ്ട് പിന്നെ അരിവാൾ ചീറ്റിയെ വരയ്ക്കും, എല്ലാമാണ് ചെയ്യുന്നത്. ഇതൊക്കെ വന്ന് മാച്ച് കളഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊതുസ്ഥലത്ത് വയ്ക്കാൻ പാടില്ല എന്ന് പറയണം. അത് കർശനമാക്കണം. പിന്നെ ഒരു സ്ഥാനാർത്ഥിക്ക് ചിലവാക്കുന്ന ഒരു കണക്കൊക്കെ ഉണ്ട്, അതൊന്നും ചെയ്യാതിരിക്കുകയാണ്. ഇവിടെ ഞാൻ മത്സരിക്കുമ്പോൾ ഇവിടെ ആകെ എനിക്ക് 25,000 രൂപയെ മൊത്തത്തിൽ ചിലവ് വരുന്നുള്ളൂ. മനസ്സിലായല്ലോ? ഇവിടെ മത്സരിക്കുമ്പോൾ 25,000 രൂപ ഈ നിയമസഭാ മണ്ഡലത്തിൽ, നെന്മാറ നിയമസഭാ മണ്ഡലത്തിൽ 25,000 രൂപയാണ് ഞാൻ ചിലവാക്കുന്നത്. ഇവിടെ എല്ലാം കോടിക്കണക്കിന് ഉറുപ്പിക കാശ് കൊടുത്തിട്ടാണ് മദ്യവും മയക്കുമരുന്നും